ഇവിടെ ഒരു ഡോക്ടർ ഒരു കൊച്ചുകുട്ടിയുടെ മൂക്കിൽ നിന്നും ഒരു പോലീസ് ടോയ് പുറത്തെടുക്കുന്നു. പക്ഷെ എന്നിട്ടും ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയില്ല. ഡോക്ടർ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ദേ വരുന്നു ഒരു ഫയർമാൻ ടോയ്. നിങ്ങളെന്താ ഈ പയ്യനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ലേ? ഇതൊക്കെ എടുത്ത് മൂക്കിലിടാൻ സമ്മതിക്കുന്നത് എന്ന് ഡോക്ടർ അവന്റെ പാരന്റ്സിനോട് ദേഷ്യപ്പെടുന്നു. അടുത്ത ദിവസം ചെക്കൻ കരച്ചിലോട് കരച്ചിൽ. ഡോക്ടർ വീണ്ടും മൂക്കിൽ കൊടിലിട്ട് നോക്കിയപ്പോൾ ദേ വരുന്നു ഒരു ഫയർ എഞ്ചിൻ. അല്ലഹേ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല ഈ പയ്യൻ ഇതൊക്കെ എടുത്ത് മൂക്ക് കയറ്റുന്നത് എന്ന് ഡോക്ടർ പാരന്റിനോട് ചോദിക്കുന്നു. കൊച്ചു പയ്യനല്ലേ സാറേ, എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടെടുത്ത് മൂക്കിൽ കയറ്റിയതായിരിക്കും എന്ന് പാരന്റ് കാഷ്വലായിട്ട് പറയുന്നു. ഡോക്ടർ ആ ടോയ്സ് ഒക്കെ ഒന്നുകൂടി നോക്കുന്നു. പോലീസ്, ഫയർമാൻ, ഫയർ എഞ്ചിൻ എന്നിങ്ങനെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതുപോലെ സംശയം തോന്നിയ നമ്മുടെ ഡോക്ടർ ഒരു മാഗ്നറ്റിക് മെഷീൻ എടുത്ത് പയ്യന്റെ മൂക്കിനടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആണ്ടറ വരുന്ന ഒരു ഇരുമ്പ് പൂച്ച, അതായത് നമ്മുടെ കൊച്ചുതാൻ തോന്നി ആദ്യം ഈ പൂച്ചയെ എടുത്ത് മൂക്കിലിട്ടു. പിന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരനെയും ഫയർ എഞ്ചിനെയും ഫയർമാനെയും ഒക്കെ മൂക്കിലേക്ക് തള്ളിക്കയറ്റി വിട്ടത്. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഇങ്ങനെ വല്ല ഹോബി ഉണ്ടായിരുന്നോ? കണ്ണ് കണ്ടതൊക്കെ എടുത്തിട്ട് മൂക്കിലേക്ക് കയറ്റല് എന്റെ അനിയത്തിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവള് ചൊട്ടയൊക്കെ എടുത്ത് മൂക്കിലിടുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക.